വിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോബിൻ. എൻ്റെ സ്ഥലം കൊല്ലമാണ്. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വിദേശത്ത് ജോലിക്ക് വേണ്ടി പോയിരുന്നു. ദുബായിൽ വിസിറ്റിംഗ് വിസ എടുത്താണ് ഞാൻ ജോലിക്ക് വേണ്ടി പോയിരുന്നത്. പോയ സമയത്ത് 2 മാസം വിസിറ്റിംഗ് എടുത്ത് പോയ സമയത്ത് എനിക്ക് ജോലി ലഭിച്ചില്ല. അതിനുശേഷം ഞാൻ വീണ്ടും പുതുക്കി. ആ സമയത്ത് എനിക്ക് ജോലി ലഭിച്ചു. ആ 2 മാസം ഞാൻ ജോലി ചെയ്തു. നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്യും കാര്യങ്ങളെല്ലാം ചെയ്തു. കമ്പനി എനിക്ക് ശമ്പളവും കാര്യങ്ങളെല്ലാം തരാമെന്ന് പറഞ്ഞു, വിസ അടിച്ചു തരാമെന്ന് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞു. 2 മാസം കഴിഞ്ഞിട്ടും അവരെനിക്ക് വിസ അടിച്ച് തന്നില്ല, റെസിഡൻഷ്യൽ വിസയും കാര്യങ്ങളും തന്നില്ല, സാലറിയും കിട്ടിയില്ല. എൻ്റെ കയ്യിൽ സാലറി സാമ്പത്തികപരമായ ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പോയ സമയത്ത് 2ാമത്തെ വിസയും ഞാനാണ് പുതുക്കിയിട്ടാണ് ജോലിക്ക് കയറിയത്. ആ സമയത്ത് പരിപൂർണമായിട്ടും അവരൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അവർ എന്നെ ഒഴിവാക്കുകയും വേണമെങ്കിൽ ഒരു വിസിറ്റിംഗ് വിസ അടിച്ചു തരാം, അങ്ങനെയാണെങ്കിൽ ജോലിക്ക് നിന്നോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കത് പറ്റത്തില്ല, റെസിഡൻഷ്യൽ വിസ ആണെങ്കിൽ മാത്രമേ ഞാൻ ജോലി ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു അതെനിക്ക് പറ്റത്തില്ല, ഇനി എനിക്ക് റൂം റെൻറ്റ് കൊടുക്കാനോ അതല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ലെന്ന് പറഞ്ഞു. അവസാനം ആ കമ്പനിയിൽ നിന്ന് ഞാൻ ഇറങ്ങേണ്ടി വന്നു. സാമ്പത്തികവും കാര്യങ്ങളോ ഒന്നും ലഭിച്ചില്ല. അങ്ങനെ വീണ്ടും ഞാൻ ഒരു വിസ എടുത്തു. അതും പൂർത്തിയായി, ജോലികളൊന്നും ലഭിച്ചില്ല. 2 മാസം വീണ്ടും കഴിഞ്ഞു. ഞാൻ അപ്പോൾ ഓവർസ്റ്റേ ആയി ഫൈനായി കാര്യങ്ങളായി 3-4 മാസം ഞാൻ അങ്ങനെ നിൽക്കേണ്ടി വന്നു. അവസാനം എൻ്റെ പാസ്പോർട്ടിൻ്റെ കാലാവധി ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു കഴിയേണ്ടത്. ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ 12-ാം തീയതി തിങ്കളാഴ്ച, ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ശരിക്കും പറഞ്ഞാൽ ഞാൻ ജയിലിൽ പോകേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നും കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ. ഓവർസ്റ്റേ ആയിട്ട് ഒന്നാമത് നിൽക്കുകയാണ്. 2ാമത് പാസ്പോർട്ടിൻ്റെ കാലാവധിയും കഴിഞ്ഞു. അപ്പം ഞാൻ തിങ്കളാഴ്ച യൂട്യൂബിൽ അച്ഛൻ്റെ പ്രാർത്ഥന കാണുകയും റീൽസ് കാണുകയും പ്രാർത്ഥന കാണുകയും അങ്ങനെ ഞാൻ പ്ലേ സ്റ്റോറിൽ കയറി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൃപാസനത്തിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും അതിനകത്ത് തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ രാത്രി 12 മണിയായപ്പോൾ ഒരു ഗൂഗിൾ മീറ്റിൻ്റെ പ്രാർത്ഥനയുടെ ലിങ്ക് ഞാൻ കണ്ടു. ആ ലിങ്കിൽ ഞാൻ കയറുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവരോട് ഞാൻ കരഞ്ഞ് കാര്യങ്ങളെല്ലാം പറയുകയും എൻ്റെ റൂമില്ല, കാര്യങ്ങളില്ല, ഭക്ഷണമില്ല, ഒരുപാട് പ്രശ്നത്തിലായി ഞാൻ ജീവിതം എൻ്റെ മുമ്പോട്ട് പോവുകയാണ്. പാസ്പോർട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, വിസയുടെ കാര്യങ്ങൾ ഞാൻ എല്ലാം പറഞ്ഞു. അവരന്ന് മുതൽ എനിക്ക് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. തിങ്കളാഴ്ച പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചൊവ്വാഴ്ച അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ബുധനാഴ്ച ഉച്ചയായപ്പോഴത്തേക്ക് എനിക്ക് ഒരു മാർഗ്ഗമില്ലായിരുന്നു. ഞാനും മാതാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പഠിച്ച് ഓൺലൈനായിട്ട് പ്രാർത്ഥന പഠിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് ഔട്ട് പാസ് എടുക്കുന്ന ഒരു മാർഗ്ഗം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. തിരിച്ചിനി വരാൻ അങ്ങോട്ട് പറ്റത്തില്ല, ബാനാവും. അപ്പോൾ പരിപൂർണ്ണമായിട്ട് തന്നെ എനിക്ക് ബുധനാഴ്ച ഉച്ചയായപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഔട്ട് പാസ് എടുക്കാനുള്ള സാമ്പത്തികം ലഭിച്ചു. അപ്പോൾ തന്നെ ഞാൻ ഓടിപ്പോയിട്ട് ഐ പി സെൻ്ററിൽ കൊണ്ടുപോയി സാമ്പത്തികം കൊടുക്കുകയും ക്യാഷ് കൊടുക്കുകയും വൈകിട്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്യുകയും ചെയ്തു. മിനിമം 3 to 5 ഡേയ്സ് ഗവൺമെൻറ്റിൽ എങ്ങനെ പോയാലും വേണം ഔട്ട് പാസ് കിട്ടുവാനായിട്ട്. 3 അല്ലെങ്കിൽ 5 ദിവസം എങ്ങനെയും വേണം. ഞാൻ വൈകിട്ട് 4 മണിക്ക് കൊണ്ടുപോയി കൊടുത്ത ആ പൈസയ്ക്ക് തിങ്കളാഴ്ച ഇന്നത്തെ ദിവസം എൻ്റെ പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിയുകയും ചെയ്യും. എനിക്കറിയത്തില്ല മാതാവ് എന്താ ചെയ്യുന്നത്. വൈകിട്ട് കൊടുത്ത പൈസയ്ക്ക് വൈകിട്ട് രാത്രി 7 മണിക്ക് തന്നെ എനിക്ക് ഔട്ട് പാസ് ലഭിച്ചു. മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഞാൻ വീണ്ടും പ്രത്യക്ഷീകരണ പ്രാർത്ഥന പഠിച്ചപ്പോൾ 7 മണിക്ക് തന്നെ ഔട്ട് പാസ് ലഭിച്ചു. പിറ്റേ ദിവസം തന്നെ എനിക്ക് ടിക്കറ്റ് എടുക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്തു. ഞായറാഴ്ചത്തേക്ക് ടിക്കറ്റ് എനിക്ക് ലഭിച്ചു. വെള്ളി ശനിയും കഴിഞ്ഞു. ഞായറാഴ്ച ഇന്നലെ രാവിലെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവ് എയർപോർട്ടിൽ വരുമ്പോൾ എമിഗ്രേഷനിൽ എനിക്ക് ഒരു ആപത്തും ഉണ്ടാവാതെ എനിക്ക് നാട്ടിലെത്താൻ പറ്റണേ, ഞാൻ നാട്ടിൽ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞ് ഉടമ്പടി എടുത്തോളാം എന്ന് പ്രാർത്ഥിച്ചു. ഞായറാഴ്ച രാവിലെ തന്നെ എനിക്ക് 5 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. ഞാൻ 12 മണിയായപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി, 1:30 എത്തി. 2 മണിക്ക് കയറി ബോർഡിംഗ് പാസ് കിട്ടി. അതിനുശേഷം എമിഗ്രേഷനിലോട്ട് പോയപ്പോൾ ആദ്യം അവിടെ വെച്ച് എനിക്ക് ഇമിഗ്രേഷൻ ക്യാൻസലായി. അങ്ങനെ പോലീസുകാർ വിളിച്ചു, വരാൻ പറഞ്ഞു. ചെന്നു, പാസ്പോർട്ട് കൊടുത്തു. പാസ്പോർട്ട് സമയത്ത് പേര് ചോദിച്ചു, പേര് പറഞ്ഞു. അവരകത്തോട്ട് വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. അവരെൻ്റെ ചോദിച്ചു ഔട്ട് പാസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനപ്പം 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം പഠിച്ചുകൊണ്ടിരുന്നിട്ട് മാതാവേ കൃപാസനമേ എന്ന് പറഞ്ഞ് വാവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നായിരുന്നു. ആ സമയത്ത് തന്നെ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരാപത്തും ഇല്ലാതെ പൊയ്ക്കോളാൻ പറഞ്ഞു, കയറി പൊയ്ക്കോളാൻ പറഞ്ഞു. അമ്മേ മാതാവ് ഒരുപാട് എന്നെ അനുഗ്രഹിച്ച് അന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ ഇന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു എൻ്റെ. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ അമ്മയോടൊക്കെ പറഞ്ഞു, അമ്മേ മാതാവേ ഞാൻ നാട്ടിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, ഉടമ്പടി എടുത്ത്. ഇന്ന് രാവിലെ തന്നെ വെളുപ്പിനെ ഞാൻ ഇന്നലെ രാത്രി വൈകിട്ട് എത്തി ട്രിവാൻഡ്രത്ത്. ഇന്നലെ രാത്രി ഒന്ന് വീട്ടിൽ കിടന്നു. വന്നിട്ട് രാവിലെ തന്നെ ഞാൻ ഇവിടെ എത്തി. രാവിലെ തന്നെ വന്ന് ഉടമ്പടി എടുത്തു, ക്ലാസ്സിന് കയറി ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. സാക്ഷ്യം എന്ന് പറയാമെന്ന് പറഞ്ഞ് ഇന്ന് തന്നെ ഞാൻ ഓൺലൈൻ എല്ലാം പ്രാർത്ഥിച്ചു. ഇന്ന് തന്നെ ഞാൻ സാക്ഷ്യം പറയുകയും ചെയ്തു. ഒരുപാട് കൃപാസനം മാതാവിനും
മാതാവിൻ്റെ മകനോട് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. അത്രയ്ക്ക് വേദനിച്ചായിരുന്നു ഞാൻ ശരിക്കും പറയാം. ഇന്നൊരു ദിവസം കഴിഞ്ഞാൽ നാളെ ഉണ്ടാവില്ല ഒന്നും അറിയത്തില്ല. ഒരുപാട് ഞാൻ നന്ദി പറയുകയാണ്. എനിക്ക് വേണ്ടി ആ ഗ്രൂപ്പിലെ എല്ലാ മക്കളും ഒരുപാട് പ്രാർത്ഥിച്ചു. 5 ദിവസം എല്ലാവരും മുട്ടുമേന്ന് കർണക്കൊന്തയും എല്ലാം പ്രാർത്ഥിച്ചു. എനിക്കും 2 മണിക്ക് 3 മണിക്കും എല്ലാം പ്രാർത്ഥിക്കാനും കർണക്കൊന്ത പഠിക്കാനും ഉച്ചയ്ക്കുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും ഓൺലൈനായിട്ട് ഇതുവരെ പിന്നെ ഞാൻ വിട്ടില്ല. അമ്മ മാതാവിനോട് ഒരുപാട് ഞാൻ നന്ദി പറയുകയാണ്. യേശുവേ സ്വസ്ത്രം, യേശു നന്ദി, യേശു മഹത്വം. ഹല്ലേലൂയ. നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ജോബിൻ എന്ന സഹോദരൻ. ഹല്ലേലൂയ. എൻ്റെ പേര് സോണി. ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. എൻ്റെ സാക്ഷ്യം ഇവിടെ നിന്ന് തുടങ്ങുന്നതിന് മുമ്പ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു തന്ന അമ്മയെ പറ്റിയുള്ള ആ 2 വാക്ക് അല്ലെങ്കിൽ 2 പ്രാർത്ഥന ഗീതം ഞാൻ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു നോൺ ക്രിസ്ത്യനാണ്. ഐ എം ഫ്രം എ ഹിന്ദു നായർ ഫാമിലി. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് 8/8/2023 ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർച്ചിൽ എൻ്റെ അമ്മ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ഐ വാസ് വർക്കിംഗ് വിത്ത് HDFC ബാങ്ക്. പക്ഷേ പെട്ടെന്ന് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ആക്ച്വലി ഐ വാസ് സ്ട്രഗ്ലിങ് ലൈക്ക് എനിത്തിങ്. സോ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അമ്മ പറഞ്ഞ പ്രകാരം അമ്മയുടെ ഉടമ്പടി പുസ്തകവുമായിട്ട് ഇവിടെ വന്നു അച്ഛനെ കാണാനായിട്ട്. കാരണം ഞാൻ അതിന് ശേഷം ഒരു ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ചയായിട്ടും എനിക്ക് കോൾ വരുന്നില്ല. എൻ്റെ അമ്മ ഉടമ്പടി എടുത്തത് മാർച്ചിലാണ്. ഞാനിവിടെ വന്ന് ഓഫീസിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, മോനെ ഉടമ്പടി എടുത്ത് അതിന് ശേഷം ആരാണോ ഉടമ്പടി എടുക്കുന്നത് അവർക്ക് മാത്രമേ അച്ഛനെ കാണാൻ സാധിക്കുകയുള്ളൂ. സോ എത്രയും പെട്ടെന്ന് ഉടമ്പടി എടുത്തോളാൻ പറഞ്ഞു. ഞാൻ രാവിലെ 6 മണിയാകുമ്പോഴത്തേക്കും അവിടെ നിന്ന് പുറപ്പെട്ട് ഒരു 8 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ എത്തി. അപ്പോൾ നെക്സ്റ്റ് ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മണിക്ക് ശേഷമാണ്. അപ്പോൾ ഹറിബറിയായിട്ട് പെട്ടെന്ന് തന്നെ നേരെ പോയി ടോക്കൺ എടുത്തു, നേരെ ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഇറങ്ങി. തിരിച്ച് ഞാൻ അച്ഛനെ കാണാൻ നിന്നില്ല. കാരണം അമ്മ ഉടമ്പടി എടുത്ത സമയം മുതൽ അച്ഛൻ്റെ പ്രഭാഷണങ്ങൾ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. സോ എൻ്റെ അച്ഛൻ പറയാറുണ്ടായിരുന്നു, അച്ഛനെ കാണാനല്ല പ്രാധാന്യം, അമ്മയുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയുക, അമ്മ അതിനൊരു തീരുമാനം ഉണ്ടാക്കി തരും. സോ ഐ ബിലീവ് ഇൻ ദാറ്റ്. ഇപ്പോൾ ഞാനവിടെ വന്നിട്ട് ജൂലൈ അവസാനമാണ് ഞാനിവിടെ വരുന്നത്, ഫസ്റ്റ് വരുന്നത്. അന്ന് വന്നു ഒരു അരമണിക്കൂർ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം 2 മണിയായപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. അന്ന് വൈകിട്ട് ഒരു മഹാ അത്ഭുതം എനിക്ക് സംഭവിക്കാനിടയായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് വർക്ക് ചെയ്ത് HDFC ബാങ്കിലായിരുന്നു. പ്രയർ ടു ദാറ്റ് ഐ വാസ് വർക്കിംഗ് വിത്ത് ഒരു NBFCയിലായിരുന്നു ആസ് എൻ ഏരിയ മാനേജർ. അത് വർക്ക് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ കഴിഞ്ഞു. എൻ്റെ ലാസ്റ്റ് സാലറി അവർ തടഞ്ഞു വെച്ചേക്കായിരുന്നു. ജൂലൈയിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ആ ജൂലൈ ഐ തിങ്ക് ഒരു 15-നാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അന്ന് വൈകുന്നേരം പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അൺഫോർച്ചുനേറ്റ്ലി, ഞാൻ നിർഭാഗ്യവശാൽ തന്നെ പറയാം, കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അൺഎക്സ്പെക്റ്റഡ്ലി എന്ന് തന്നെ പറയാം. I got a call from the HR stating that your salary has been credited into your account. ഞാൻ ആക്ച്വലി when I heard the news, I was actually flabbergasted. ഞാൻ സ്റ്റണ്ടായിപ്പോയി. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ആ കേസ്. കാരണം ഞാനത് വിട്ട കേസാണ്. 1 വർഷമായിട്ട് എനിക്ക് ആ സാലറി കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിലൊരു കൃത്യമായൊരു സത്യസന്ധത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ഞാൻ ആ കമ്പനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ ജോലിയിലോ ഒരു കൃത്രിമമോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഐ വാസ് ക്ലിയർ ദാറ്റ്. സോ എനിക്ക് എന്തെങ്കിലും കിട്ടുന്നറിയായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ട് ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് ആ കോള് SRൻ്റെ കയ്യിൽ നിന്ന് വരികയാണ്. സോണി, യുവർ സാലറി ഹാസ് ബീൻ ക്രെഡിറ്റഡ്. സോ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. സോ ദ മൊമെൻറ്റ് ഇറ്റ് സെൽഫ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്ക് അമ്മയോടുള്ള സ്നേഹമാണ്. ഐ സ്റ്റാർട്ടഡ് ലവിങ്. ആ ദിവസം മുതൽ സ്റ്റാർട്ടഡ് പ്രയർ. കാരണം 5:30 എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സഹായന പ്രാർത്ഥനകളൊക്കെ ചെയ്യണം. സോ ഞാനൊരു ക്രിസ്ത്യൻ അല്ലാത്ത കാരണം കൊണ്ട് അത് എനിക്ക് യൂസ്ഡ് ആയിരുന്നില്ല. ബട്ട് ആ ഡേ മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കറക്റ്റ് ഓൺ ടൈം ആയിരിക്കും. ഞാനായിരിക്കും അമ്മയെ വിളിക്കുന്നത്. അമ്മേ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് വീണ്ടും ഞാൻ അപ്ലൈ ചെയ്ത കമ്പനി, അതായത് അതിനുശേഷം ഞാൻ ജോബിന് അപ്ലൈ ചെയ്തെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ആ കമ്പനി എന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 3rd ലെവലിൽ എന്നെ റിജക്റ്റ് ചെയ്തു. ഫസ്റ്റ് ലെവൽ വാസ് ഓക്കെ, സെക്കൻഡ് വാസ് ഗുഡ്, 3rd ലെവൽ സോണൽ ഹെഡ് ആയിട്ടായിരുന്നു. ആ 3rd ലെവലിൽ എന്നെ ഇൻ്റർവ്യൂ റിജക്റ്റ് ചെയ്തു. ബിക്കോസ് അതിന് പ്രയറിൽ ഞാൻ വർക്ക് ചെയ്ത NBFCയിലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സെയിൽസ് ഹെഡും ഇവിടുത്തെ സോണൽ ഹെഡായിട്ട് അറിയാവുന്ന ആളായിരുന്നു. അപ്പോൾ നമ്മുടെ എന്തായാലും പ്രീവിയസ് എംപ്ലോയറിലെ ഫീഡ്ബാക്ക് എടുക്കും. സോ ആ ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ അതിന് മുന്നേ കമ്പനി വരാൻ കാരണം അവരെ ഒരുപാട് നിർബന്ധിച്ച് പോകരുത്, റിസൈൻ ചെയ്ത് സോണി ഇവിടെ നിൽക്കൂ, പ്രൊമോഷനും മറ്റു കാര്യങ്ങളൊക്കെ തരാം. പക്ഷേ എനിക്ക് അവിടുത്തെ ഓഫീസായിട്ടുള്ള ആ കൾച്ചറും അവിടുത്തെ ആ സിറ്റുവേഷൻസും പ്രത്യേകിച്ച് എസ്പെഷ്യലി ദ കൺസേൺ സെയിൽസ് ഹെഡ് അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോടുള്ള ആ പെരുമാറ്റവും എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റാവുന്ന അവസ്ഥയിലായിരുന്നില്ല ആ ബിസിനസ്. ആക്ച്വലി സ്റ്റേറ്റ് ഫോർവേഡ് ആയിരുന്നില്ല ബിസിനസ്. സോ ഐ ക്വിറ്റ് ഇറ്റ് ഫ്രം ദർ. സോ ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് സെക്കൻഡ് ഈ കമ്പനിയിൽ നിന്ന് ഫീഡ്ബാക്ക് ചോദിച്ചപ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുത്തു, നെഗറ്റീവ് ഫീഡ്ബാക്ക്. ആ ഒരേ റീസൺ കൊണ്ടാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് 6 മാസം മുന്നേ അപ്ലൈ ചെയ്ത കമ്പനി തന്നെ ഇത് റിജക്റ്റഡ്. അതിനുശേഷമാണ് ഞാനിവിടെ ഉടമ്പടി എടുത്ത് അന്ന് വൈകുന്നേരം ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ നോക്കറിയിൽ നിന്ന് വീണ്ടും സെയിം പോസ്റ്റിലേക്ക് അവർ ഇൻ്റർവ്യൂ കോൾ ഫോർ ചെയ്തിരിക്കുന്നു. സോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു കോള് വന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കോൾ വന്നിട്ട് പറഞ്ഞു ആ റെസ്യൂമേ, കാരണം എന്നെ വിളിച്ചത് അവിടുത്തെ റീജിയണൽ മാനേജറായിരുന്നു, സോണിയുടെ റെസ്യൂമേ ഒന്നുകൂടി എനിക്ക് പേഴ്സണലായി അയച്ചു തരാൻ പറഞ്ഞു വാട്സപ്പിൽ. സോ ഞാനത് അയച്ചു കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു ഇൻറ്റിമേഷൻ കിട്ടി, ഇൻ്റർവ്യൂവിന് വിളിക്കൂ കേട്ടോ എന്ന്. അപ്പോൾ ഞാൻ ദിവസം മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ആളാണ്. എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞു, അമ്മേ എൻ്റെ കയ്യിൽ വേറെ വരുമാനമൊന്നുമില്ല, സാമ്പത്തികമായിട്ട് പൈസ എടുക്കാൻ എൻ്റെ കയ്യിലില്ല, ബട്ട് എനിക്ക് കടങ്ങളൊന്നുമില്ല. പക്ഷേ ഒരാണായി എനിക്ക് ഒരു ജീവിതം നയിക്കുന്ന എനിക്ക് ഐ എം ഹാവിങ് മൈ ഏജ് ഈസ് 45 years. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ജോലി അത്യാവശ്യമാണ്. സമൂഹത്തിൽ ആൾക്കാർ ഓരോ ക്രിറ്റിസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ എനിക്കൊരു ജോലി വേണം. അപ്പോൾ എനിക്കൊരു അടയാളം തരണം എൻ്റെ അമ്മേ ഈ മാസം അവസാനത്തോടു കൂടി എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. August 30th എൻ്റെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, 3rd ലെവൽ ഒന്നിച്ചായിരുന്നു. ആക്ച്വലി അതൊരു ഇൻ്റർവ്യൂ ആയിരുന്നില്ല. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അത് ഗൂഗിൾ മീറ്റ് ആയിരുന്നു, ടീംസ് മീറ്റിംഗ് ആയിരുന്നു. സോ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാനിരിക്കുന്ന ആ സോഫയുടെ അടിയിൽ ഞാൻ ഇവിടുത്തെ ഉപ്പ് കുറച്ച് വിതറിയിട്ടായിരുന്നത്. എന്നിട്ടിരുന്നു എന്തും നേരിടാം, കാരണം അമ്മ കൂടെ ഉണ്ടല്ലോ, പിന്നെ ഒന്നും പേടിക്കാനില്ലല്ലോ, ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ. ചെന്നു കണ്ടു, ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. എന്നോട് പറഞ്ഞു റെസ്യൂമേ ഒന്ന് കവർ ചെയ്യാൻ പറഞ്ഞു. കവർ ചെയ്തു. വേറെ ബിസിനസ്സിനെ പറ്റിയോ എക്സ്പീരിയൻസിനെ പറ്റിയോ എന്താ ചെയ്തിരുന്നത് എന്താന്ന് കാര്യങ്ങളൊന്നും എന്നോട് ചോദിച്ചില്ല. ആക്ച്വലി ഐ വാസ് ഓക്കെ വിത്ത് ദാറ്റ് ഇൻ്റർവ്യൂ. അത് പാസ്സായി. അപ്പോൾ ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു, സെക്കൻഡ് ലെവൽ ഒരേ ദിവസമായിരുന്നു. 3rd ലെവൽ എന്നെ HR വിളിച്ചു. 3rd ലെവൽ HR വിളിച്ചപ്പോൾ HR ഞങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് കണ്ടപ്പോൾ പറഞ്ഞു, സോണി ഞാൻ നിങ്ങളെ ആദ്യം കണ്ടിട്ടുണ്ടല്ലോ, ഒരു 6 മാസം മുന്നേ നമ്മൾ കണ്ടേക്കണല്ലേ? അതെ കണ്ടേക്കണം സാർ. അത് ഓക്കെ സാർ, എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല, എന്ത് പറ്റിയാണ് സെലക്ട് ആവാതിരുന്നത്? ഐ ഡോണ്ട് നോ സാർ ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് സോണി, ഈ പ്രാവശ്യം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ, താങ്ക് യു സാർ എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചത്തെ റിപ്ലൈ ഒന്നുമില്ല. ദെൻ ഫൈനൽ ഇൻ്റർവ്യൂ വാസ് വിത്ത് സോണൽ ഹെഡ്. കാരണം അന്ന് ഫസ്റ്റ് ലെവൽ എന്നെ ഇൻ്റർവ്യൂ റിജക്റ്റ് ചെയ്ത സാറാണ് ഇപ്പോഴത്തെ അവിടുത്തെ സോണൽ ഹെഡ്. ആ പേര് പറഞ്ഞോടുകൂടി എനിക്ക് പ്രതീക്ഷയെല്ലാം പോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് കാരണം അങ്ങേരെ എന്നെ ഫേസ് ചെയ്യുമ്പോൾ, കാരണം അന്നത്തെ ആ ഒരു ഡിഫക്റ്റ് അവിടെ ഉണ്ടല്ലോ. സോ അപ്പോഴും മനസ്സിലൊരു ധൈര്യം വന്നു,
പ്രാർത്ഥിച്ചിരിക്കുക. അമ്മ എന്നോട് പ്രത്യേകം, എൻ്റെ അമ്മ എന്നോട് പ്രത്യേകം പറയും, നീ ധൈര്യമായിട്ടിരിക്കട, കാരണം അമ്മ കൂടെയുണ്ട്, എനിക്കത് കിട്ടിയിരിക്കുന്നു പറഞ്ഞു. സോ ആ ഒരു പ്രാർത്ഥനയോടും അമ്മയുള്ള വിശ്വാസത്തിലും 3ാമത്തെ ലെവൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അദ്ദേഹം എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, സോണി എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ചു, CV ഒന്നും ചോദിച്ചു. ലാസ്റ്റ് ഡ്രോ ചെയ്ത സാലറി എന്നോട് ചോദിച്ച ആകെ ഒരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് എംപ്ലോയറുടെ നിന്ന് എത്രയാണ് സാലറി നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്? ഓക്കെ ഫൈൻ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ് സോണി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസമായിട്ട് എനിക്ക് റിപ്ലൈ ഇല്ല. അപ്പോൾ ഞാൻ HR വിളിച്ച് കഴിഞ്ഞപ്പോഴും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. അവസാനം അവിടുത്തെ റീജിയണൽ മാനേജറെ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സഹോദരനായിരുന്നു, അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, സോണി പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ എല്ലാം പക്കയായിരുന്നു, എക്സലൻറ്റ്, ബട്ട് ഫൈനൽ സോണൽ ഹിൻ്റെ റിപ്ലൈ വെച്ച് നോക്കിയിട്ട് അവരെ ഫീഡ്ബാക്ക് വീണ്ടും എടുത്തു കഴിഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. പ്രീവിയസ് എംപ്ലോയറുടെ എന്നൊരു മൈനസ് ഫീഡ്ബാക്ക് ഉണ്ട്, പ്ലസ് കൺസിസ്റ്റൻസി ഇല്ല. മീൻസ് ഞാൻ HDFCയിൽ വർക്ക് ചെയ്ത് ആകെ 3 months ഉള്ളൂ. ആ ഒരു ഒഫീഷ്യലി കുറച്ച് ഇഷ്യൂസ് കാരണം എനിക്ക് അവിടെ നിറങ്ങേണ്ടി വന്നു. അപ്പോൾ ശരിക്കും ഞാൻ തകർന്നു പോയി. കാരണം എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ വിഷമിക്കുന്ന അന്നത്തെ ഒരു ദിവസമാണ്. അന്ന് ഞാൻ മുട്ടുകുത്തി അമ്മയുടെ അടുത്ത് ഒരുപാട് പ്രാർത്ഥിച്ചു, അമ്മേ ഇതുവരെ എത്തിച്ചിട്ടും ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് ഒന്നും പറയാനില്ല, അമ്മ തന്നെ ഉള്ളൂ, വേറെ ആരുമില്ല, അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടു, ഇനി എൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും പിതാവായ ഈശോയും മാത്രമാണ്. അപ്പോൾ അമ്മ തന്നെ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ കഴിഞ്ഞു എനിക്കൊരു കോൾ വന്നു. എന്നോട് ആ റീജിയണൽ മാനേജർ പറഞ്ഞു, സോണിക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. അന്ന് എനിക്ക് ബോധ്യം, വീണ്ടും അമ്മ എനിക്ക് വേണ്ടി അദ്ദേഹത്തെ നിയോഗിച്ചു. എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടും ഞാൻ വിശ്വസിക്കുന്നതിലും അച്ഛൻ എപ്പോഴും പറയും നമ്മുടെ പ്രസംഗത്തിൽ നമുക്ക് 3 കാര്യങ്ങളെ വേണ്ടെന്നുള്ളത്, അതായത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ 3 കാര്യങ്ങൾ അത് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് പൂർണ്ണമായൊരു മനോധൈര്യവും കിട്ടി. സോ അന്ന് ആ റെക്കമെൻഡേഷൻ കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ പ്രീവിയസ് എംപ്ലോയറുടെ വേറെ 2 റെഫറൻസ് ഞാൻ കൊടുത്തു. അവർ റെഫർ ചെയ്തു, അതിൻ്റെ ഫീഡ്ബാക്ക് നന്നായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി അത് ആ കൺസേൺഡ് സെയിൽസിൻ്റെ പേഴ്സണൽ ഗ്രഡ്ജ് പ്രകാരമാണ് ആ ഒരു ഫീഡ്ബാക്ക് അവിടെ വന്നതെന്നുള്ളത്. മേ ബി അതായിരിക്കാം. എന്തായാലും ആ കടമ്പ കടന്നു. അപ്പോൾ ഇനി എൻ്റെ അടുത്ത ഒരു പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അഖണ്ഡ ജപമാല നടക്കുകയാണ്. അതിന് മുന്നേ അമ്മേ എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ കിട്ടണം. ഓഫർ ലെറ്റർ കിട്ടാൻ ഞാൻ ഓൾമോസ്റ്റ് ഒരു 10 days വെയിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഉള്ളിലൊരു ആകുലത ഉണ്ടായിരുന്നു, പക്ഷേ അത് പ്രകടിപ്പിച്ചില്ല, കാരണം അതിനുള്ള ധൈര്യം എനിക്ക് അമ്മ തന്നു. കറക്റ്റ് ഇന്ന് 10 മണിക്ക് എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ എൻ്റെ കൈ കിട്ടി. ഞാൻ പ്രതീക്ഷിച്ച സാലറി, കാരണം എൻ്റെ പ്രീവിയസ് എംപ്ലോയറെ എന്നെ റിജക്റ്റ് ചെയ്ത ആ സാലറിയിൽ നിന്ന് 25-30% ഹൈക്കോട് കൂടി എൻ്റെ അമ്മ ആ സെയിം പൊസിഷനിൽ അവരുടെ മുമ്പിൽ നിവർന്ന് നിൽക്കാൻ എന്നെ സഹായിച്ചു. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ അമ്മയുടെ മുമ്പിൽ ആ ഒരു വിശ്വാസം, ആ ഒരു സ്നേഹം, ആ ഒരു പ്രത്യാശ. പിന്നെ ഞാൻ ദിവസവും അച്ഛൻ്റെ യൂട്യൂബ് പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ഓൺലൈൻ ധ്യാനം ചൊവ്വാഴ്ച റെഗുലറായിട്ട് ഓൺലൈനിൽ തന്നെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് നല്ല നല്ല വാക്കുകൾ, ശരിക്കും പറഞ്ഞാൽ അത് ഗൂസ് ബംസ് വരും അച്ഛൻ്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ. അതിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ടിരുന്നു. ഇനി എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ ഒരു പ്രത്യാശ, നാളത്തെ അഖണ്ഡ ജപമാല അതെനിക്ക് പങ്കെടുക്കണം. ഞാൻ വരും, ഞാൻ പങ്കെടുക്കും. പിന്നെ എൻ്റെ ടിൽ മൈ ലാസ്റ്റ് ബ്രെത്ത് ഞാൻ ഇവിടെ വെച്ച് സാക്ഷ്യപ്പെടുത്താണ്, എനിക്ക് അമ്മയുടെ അല്ലെങ്കിൽ ഈശോയുടെ ഒരു ദാസനായിട്ട് എന്നും മുമ്പോട്ട് പോകാൻ എന്നെ അനുഗ്രഹിക്കണം എൻ്റെ ആഗ്രഹം. അതെനിക്ക് സാധിക്കും, ഞാനത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, എൻ്റെ മുമ്പിൽ എന്നെ ശ്രമിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങൾ സത്യസന്ധതയോടെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ 101% ഷുവർ നിങ്ങൾ പറയുന്നത് ഏത് നിയോഗവും നിങ്ങളുടെ കാര്യം അമ്മ നടത്തിത്തരും. കൃത്യമായി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ. ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പല എക്സ്പീരിയൻസും ഞാൻ ഈ പ്രാർത്ഥനകളിൽ എൻ്റെ അടുത്ത് പലവരും ഉടമ്പടി എടുത്തവരൊക്കെ കണ്ടാൽ ഞാൻ ചെയ്തതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടമ്പടിയൊക്കെ എടുക്കും, അപ്പുറത്ത് മാറിയുന്ന വേറെ കുശലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പങ്കെടുക്കും. അത് പോവാതെ നമ്മൾ ആ പ്രാർത്ഥനയിൽ മുൻപോട്ട് പോയി പിന്നെ വെറുതെ അച്ഛൻ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമുള്ള എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ യൂസ് ടു വിസിറ്റ് അനാഥാലയങ്ങൾ, ഗവൺമെൻറ് ഹോസ്പിറ്റൽസൊക്കെ ഞാൻ സന്ദർശിക്കുമായിരുന്നു. അവിടെ പോയിട്ട് അവിടുത്തെ രോഗികളെ ഞാൻ കാണും. അപ്പോൾ ഞാൻ ആ തൈലവും കൊണ്ട് പോകും. ക്രിട്ടിക്കലായിട്ടിരിക്കുന്ന ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കുരിശ് വരച്ചിട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അതിനകത്ത് കണ്ടൊരു രോഗി എന്നോട് പറഞ്ഞു, 2-3 മാസം എന്നോട് ഡോക്ടർ പറഞ്ഞു ഇവിടെ കിടക്കണം എന്ന് പറഞ്ഞു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു അച്ചായ മാത്രമേ ഉള്ളൂ, ഒരു അപ്പച്ചൻ മാത്രമേ ഉള്ളൂ, അവരുടെ കൂടെ ആരുമില്ല, മക്കളാരും വന്നിട്ടില്ല. മോനെ 3 മാസം ഞാനിവിടെ കിടക്കണം എന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കാരണം എൻ്റെ ഹിപ്പ് ഒടിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റെൻഡ് ഇട്ടിട്ട് അത് പഴുത്തിരിക്കുക, അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് 3 മാസം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പച്ചൻ ധൈര്യമായിട്ടിരിക്കുക, വിത്തിൻ 2 weeks അപ്പച്ചൻ പറന്നു പോകുമെന്ന് പറഞ്ഞു. അത് പറയല, ഞാൻ എല്ലാ 2 ആഴ്ചകളിലും ഞാൻ പോകാറുണ്ട്. 2ാമത്തെ ആഴ്ച ചെന്നപ്പോൾ അപ്പച്ചൻ ഡിസ്ചാർജ് വീട്ടിൽ പോയി. അത് വലിയൊരു അത്ഭുതം, സഹായം, അമ്മയുടെ ശക്തി എന്ന് തന്നെ പറയും. അതുപോലെ തന്നെ
ഒരു ഉമ്മയും ബാപ്പയും അവിടെ ആരുമില്ലാതെ ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ഞാൻ കണ്ടു, സംസാരിച്ചു. ഞാൻ എല്ലാവരോടും സംസാരിക്കും. ഈ പോയി അങ്ങനെ കംപ്ലീറ്റ് കറങ്ങി എല്ലാവരോടും ഓരോരോ കുശലങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ വരും. കാരണം അവർക്കൊരു സന്തോഷം, ഒരു സമാധാനം ആവട്ടെ എന്ന് ഓർത്തുണ്ട്. അപ്പോൾ അവരെന്നോട് പറയാം, എനിക്ക് 3 ആൺമക്കളാണ് എൻ്റെ മോനെ, അവരാരും എന്നെ വന്ന് അന്വേഷിക്കുകയൊന്നുമില്ല. മോനൊരു അന്യനായിട്ട് എന്നെ 2-3 ദിവസം കൂടുമ്പോൾ വരുന്നു, ഒരു നേരത്തെ ആഹാരം എനിക്ക് തരുന്നുള്ളൂ, മോന് നല്ലത് വരുന്നുള്ളത്. ആ ഒരു ആശംസകളും സ്നേഹവും അനുഗ്രഹവും മതി എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരും പറയാം, നമ്മൾ പ്രവർത്തിക്കാതെ, പ്രാർത്ഥന മാത്രം കൊണ്ട് കാര്യമില്ല, പ്രവർത്തിക്കുക. അതുപോലെ തന്നെ എൻ്റെ 7-ാം തീയതി എൻ്റെ ഫൈനൽ ഇൻ്റർവ്യൂ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് വൈകി. അപ്പോൾ ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞല്ലോ. ഞാൻ എന്ത് ചെയ്തു, ആ ഇൻ്റർവ്യൂവിൻ്റെ ആ മെയിലായിട്ട് ഞാനിവിടെ ഓഫീസിൽ വരുന്നു. എനിക്ക് അച്ഛനെ ഒന്ന് കാണണമല്ലോ. കാരണം വേറെ ഒന്നുമില്ല, എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുന്നില്ല, അച്ഛനെ കൊണ്ടൊന്ന് ബ്ലെസ്സിങ്സ് വാങ്ങിക്കണം. അപ്പോൾ എനിക്കൊരു മനസ്സിൽ തോന്നുന്നു, അച്ഛൻ പറഞ്ഞാൽ അത് മിക്കവാറും നടക്കും എന്നുള്ളതിൽ. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആ ഓഫീസിൽ വന്നപ്പോൾ അവിടുത്തെ സാറന്മാർ എന്നോട് പറഞ്ഞു, മോനെ ഓൾറെഡി 7th ഇൻ്റർവ്യൂ കഴിഞ്ഞു, പക്ഷേ ഇതിപ്പോൾ 14th ആയില്ലേ, ഇനിയിപ്പോൾ അച്ഛനെ കാണാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ആഗ്രഹം ഓഫ് ലെറ്റർ കിട്ടിയിട്ട് ഒന്ന് കാണണമെന്നായിരുന്നു. അങ്ങനെ എനിക്ക് അവിടെ തിരിച്ചു പോകേണ്ടി വന്നു. അതിലൊരുപാട് വിഷമമുണ്ടായി. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഓഫർ ലെറ്ററായിട്ട് വന്ന് അച്ഛനെ കണ്ടു, അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു, അച്ഛനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു പ്രാവശ്യം റിജക്റ്റായി, 2ാമത് പ്രാവശ്യം ഇവിടെ അച്ഛനെ കാണാൻ പറ്റില്ല, 3ാമത് പ്രാവശ്യം അച്ഛനെ വന്നിട്ടുണ്ട്, സന്തോഷമായി. അതുപോലെ തന്നെ 25 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള മൈഗ്രെയിൻ അനുഭവിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതെൻ്റെ സ്ട്രെസ്സിൻ്റെ ആയിരിക്കാമെന്ന് എല്ലാവരും പറയണു. ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് എന്തായാലും മാറുന്നുണ്ടായിരുന്നില്ല. ദിവസം ടു ബി ഫ്രാങ്ക് വിത്ത് യു $5 ഞാൻ ഉപയോഗിക്കായിരുന്നു ഒരു ദിവസം. ബട്ട് ഗോഡ് ഗ്രേസ്, ഈ ഒരു ഉടമ്പടിക്ക് ശേഷം ഞാൻ ഡോളോ കൈകൊണ്ട് തൊട്ടിട്ടില്ല. കൂടാതെ എനിക്കൊരു 80% റിലീഫ് അതിനകത്ത് തോന്നുന്നുണ്ട്. പിന്നെ അത്ര സിവിയറായിട്ട് വരുമ്പോൾ ഞാൻ മൈഗ്രെയിൻ്റെ ഒരു ടാബ്ലറ്റ് എടുക്കും, അതല്ലാതെ ഞാൻ ഡോളോ ഉപയോഗിക്കാറില്ല. പിന്നെ ടോൺസിലൈറ്റിസിനെ ബാധിക്കുന്ന ഐസ്ക്രീംസ് ഒന്നും ഞാൻ കഴിക്കില്ലായിരുന്നു. ബട്ട് ഒരു 3 months ആയിട്ട് ഉടമ്പടിക്ക് ശേഷം പക്ക, എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. എൻ്റെ മുമ്പിൽ ഒരു പ്രിവെൻഷൻസും, അതായത് ഒന്നും തടസ്സങ്ങളൊന്നുമില്ല എൻ്റെ മുമ്പിൽ, എല്ലാം ക്ലിയറായിട്ട് പോവുക. അപ്പോൾ എൻ്റെ മുമ്പിൽ ഞാൻ പറയും, എൻ്റെ മാതാവേ, ഈശോയെ, എന്നെ നിങ്ങൾ ഗൈഡ് ചെയ്യണം ഇനിയുള്ള കാലങ്ങളിൽ, നിങ്ങൾ പറഞ്ഞനുസരിച്ച് മുമ്പോട്ട് പോവാണ്. അതെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നടക്കുന്നുള്ളത്, അതിനെ ഉറച്ച് വിശ്വസിക്കുന്നു. അതുകൂടാതെ തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ആ ഫ്രണ്ട് കണ്ടപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, സാമ്പത്തികമായിട്ട് കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, നീ എൻ്റെ കൂടെ വരൂ, നമുക്ക് കൃപാസനത്തിൽ നിന്ന് പോവാം, നീ അവിടെ ഒന്ന് പ്രാർത്ഥിക്കും, മനസ്സ് നിറഞ്ഞ് നീ പ്രാർത്ഥിക്കും, നിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ, അതിനൊരു സൊല്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ നിർദ്ദേശപ്രകാരം അവനപ്പോൾ തോന്നി വരണം. അങ്ങനെ ആ ഫ്രണ്ടിനെ കൂടെയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അച്ഛൻ പറഞ്ഞ പോലെ, യേശുവിനെ കൈമാറാൻ പറഞ്ഞ പോലെ എനിക്ക് സാധിക്കുന്ന സമയത്ത്, പക്ഷേ അന്ന് ഞാൻ അച്ഛനെ കാണാൻ പറ്റാതെ തിരിച്ചു പോയെങ്കിലും ഞാൻ വെറും കൈയോടെ പോയില്ല. നേരെ ഞാൻ ചെന്ന് ഒരു പത്രം വാങ്ങിച്ചു, നേരെ പോയി. അന്ന് ഭയങ്കര മഴയായിരുന്നു. നമ്മുടെ മഴ മാറിയതിന് ശേഷം വീണ്ടും ഒരു മഴ, ഭയങ്കര മഴ, പുറത്തിറങ്ങാൻ പറ്റാത്തൊരു മഴയായിരുന്നു. ആ പത്രം വാങ്ങിച്ചു, ആ മഴയത്ത് മഴക്കോട്ടിട്ടിട്ട് എടപ്പള്ളിപ്പട്ടിയുടെ ഫ്രണ്ടിൻ്റെ അവിടെ നടന്ന് എല്ലാവർക്കും കൊടുത്ത് പത്രങ്ങളെല്ലാം കൃത്യമായിട്ട് ഏൽപ്പിച്ച് ആൾക്കാരോട് ചോദിക്കും, നിങ്ങൾ പോയിട്ടുണ്ടോ, പോയിട്ടില്ലെങ്കിൽ പോകണം, ഇന്ന സ്ഥലത്ത് പോകണം. അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വന്നിറങ്ങുന്ന സ്ഥലമുള്ള അവിടെ. അപ്പോൾ അവർക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയില്ലാത്തവരുണ്ടായിരുന്നു. അവരോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതെല്ലാം കഴിഞ്ഞ് പോയി. അപ്പോഴും ഞാൻ വെറും കൈയോടെ പോയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അനുഗ്രഹം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും, അതിപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ഇനി എനിക്ക് ഫ്യൂച്ചറിലും ഐ എം ഡാം ഷുവർ ദാറ്റ് ഐ ക്യാൻ കണ്ടിന്യൂ മൈ വർക്ക് വിത്തൗട്ട് എനി ഹസിൽ, ഒരു തടസ്സങ്ങൾ കൂടാതെ മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ ഇനിയും തരും പ്രതീക്ഷിക്കുന്നു. തന്ന അമ്മ മാതാവിനോടും ഈശോയിനോടും ഞാൻ അകമഴിഞ്ഞ് നന്ദി പറയുന്നു. നന്ദി നന്ദി നന്ദി. പ്രത്യേകിച്ച് ഒരു നന്ദി പറയാനുള്ളത് നമ്മുടെ ജോസഫ് അച്ഛൻ്റെ അച്ഛൻ്റെ പ്രസംഗം എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇന്നും സ്റ്റിൽ ഞാൻ ഓരോ ദിവസവും 11:30 ആകുമ്പോഴത്തേക്കും വന്ന് റിവ്യൂ ചെയ്ത് നോക്കും. പിന്നെ ചൊവ്വാഴ്ച ധ്യാനങ്ങളും കൂടുതലും കാണാറുണ്ട്. അപ്പോൾ അതും എന്നെ വളരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. നന്ദി. യേശുവേ നന്ദി, യേശുവേ നന്ദി, അമ്മ മാതാവേ നന്ദി. മനുഷ്യൻ്റെ വഴികൾ അസ്തമിക്കുകയും അവന് മുൻപിൽ വഴികളില്ലാതാവുകയും ചെയ്യുമ്പോൾ തെളിയുന്ന പുതിയ വഴികളാണ് ഉടമ്പടിയുടേത്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ ജനത വാഗ്ദാന നാട് തേടിയുള്ള അവരുടെ യാത്രയിൽ അവരുടെ മുൻപിൽ ഒത്തിരിയേറെ സംഹാര ശക്തികളുണ്ടായിരുന്നു. ജോർദാൻ നദി, ജെറീക്കോ കോട്ടയുടെ സൈനിക ശക്തി,
ശത്രു രാജ്യങ്ങൾ, രാജാക്കന്മാർ, ഇതൊക്കെ മറികടന്നുകൊണ്ട് വേണം അവർ ദൈവത്തിൻ്റെ വാഗ്ദാന നാട് പ്രാപിക്കുവാൻ, ദൈവം വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് എത്തുവാൻ. അപ്പോൾ പതറി നിന്ന ഒരു ജനം, ആ ജനത്തിന് താങ്ങായി തണലായി കൂടെ ഉണ്ടായിരുന്നത് സാക്ഷ്യപേടകമാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ വഹിച്ചുകൊണ്ടുള്ള സാക്ഷ്യപേടകവുമായി പുരോഹിതരെ മുൻപേ നീങ്ങും, ജനം പുറകെയും. അങ്ങനെ കർത്താവിൻ്റെ കൽപ്പനയും കൊണ്ട് പോയിക്കൊണ്ടിരുന്ന ജനത്തിന് എല്ലാം ജോർദാൻ നദി അവരുടെ മുൻപിൽ രണ്ടായി പിളരുകയാണ്. അത് മതിൽ പോലെ നിൽക്കുന്നു. ശത്രു രാജാക്കന്മാരെയൊക്കെ അവർക്ക് തോൽപ്പിക്കുവാൻ സാധിച്ചു. ജെറീക്കോ കോട്ടയുടെ സൈനിക ശക്തി 7 ദിവസം 7 പ്രാവശ്യം ആ കോട്ടയ്ക്ക് വലം വെച്ച് അവർ പ്രാർത്ഥിക്കുമ്പോൾ ആ വലിയ ശക്തമായ ആ കോട്ട അത് തകർന്നടിയുകയാണ്. തൻ്റെ ജീവിതത്തിൽ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു മകൻ, ഈ മകൻ ഇവിടെ പറഞ്ഞ അനുഭവ സാക്ഷ്യം അത് തൻ്റെ ജീവിതം തന്നെയും നമ്മോട് പങ്കുവയ്ക്കുന്ന ഒരു സാക്ഷ്യം തന്നെയാണ്. തനിക്ക് എല്ലാ പ്രതീക്ഷകളും മറ്റു, ഞാനൊരാണാണ്, എൻ്റെ കയ്യിൽ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഒരു പൈസയുമില്ല, എനിക്കെൻ്റെ ജോലി നഷ്ടപ്പെട്ടു, 4 മാസമായി. ഇങ്ങനെയുള്ള അവസരത്തിൽ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തു. അമ്മയുടെ ഉടമ്പടിയിൽ ഞാനിവിടെ വന്നു അച്ഛനെ കണ്ട് ഒരു ബ്ലെസ്സിങ് വാങ്ങണം. എന്നാൽ ആ ഉടമ്പടിയിൽ തനിക്ക് കാണാൻ സാധിച്ചില്ല എന്ന് കണ്ട് നിരാശനായി പോവുകയല്ല ചെയ്തത്. ഉടനെ തന്നെ താൻ ഉടമ്പടി എടുക്കുവാൻ സന്നദ്ധനായി. അന്നു മുതൽ തൻ്റെ കർമ്മമണ്ഡലത്തിലേക്ക് പിന്നീട് എങ്ങനെയാണ് അമ്മയുടെ അനുഗ്രഹ പൂമഴ വർഷിക്കുന്നത് എന്നുള്ളതാണ്, ഈശോ അമ്മയിലൂടെ ചൊരിയുന്ന കൃപകൾ പിന്നീട് എങ്ങനെയുള്ളതാണെന്നുള്ളതാണ് നാം കേട്ടത്. ആദ്യമേ തന്നെ ഒരിക്കലും ലഭിക്കില്ല എന്ന് കരുതിയിരുന്ന, തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് പിടിച്ചു വച്ചിരുന്ന സാലറി 1 വർഷമായിട്ട് കൊടുക്കാതിരുന്നത് അത് കൊടുക്കുകയാണ്, അത് കിട്ടുമെന്നുള്ള കോളാണ് വരുന്നത്. അപ്പോൾ തന്നെ അമ്മയോടൊരു ഇഷ്ടം തോന്നി, സ്നേഹം തോന്നി. ആ സ്നേഹം പിന്നീട് ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളെയൊക്കെ ഒത്തിരിയേറെ സ്നേഹിച്ച് അച്ഛൻ പറയുന്ന ഓരോ വാക്കുകളും തൻ്റെ ജീവിതത്തിലേക്ക് എടുത്തുകൊണ്ട് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3ഉം നമുക്ക് വേണമെന്ന് അച്ഛൻ കൂടെ കൂടെ നമ്മോട് പറയാറുള്ളതാണ്. അതെല്ലാം നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ഈ ചെറുപ്പക്കാരനായ ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതം മുമ്പോട്ട് നയിച്ചത്. തനിക്ക് പിന്നീട് വന്നതൊക്കെ നേട്ടങ്ങളായിട്ട് കാണുകയാണ് ഈ മകൻ. അങ്ങനെ തന്നെ ഏത് കമ്പനിയിൽ നിന്ന് റിജക്റ്റ് ചെയ്തോ ആ കമ്പനിയിൽ നിന്ന് തന്നെ തനിക്ക് അതിലും നല്ല ഒരു പോസ്റ്റ്, ഉയർന്ന ഒരു സാലറി, ഇത്രയും നാൾ ഉണ്ടായിരുന്ന ഒരു സാലറി അല്ല, അതിലും നല്ല ഉയർന്ന ഒരു സാലറിയിൽ തന്നെ വിളിച്ചിരിക്കുന്നു. തനിക്ക് ഇന്ന് രാവിലെ ഇവിടെ വന്നതിന് ശേഷം ഓഫർ ലെറ്ററും വന്നു. അമ്മയെ അഖണ്ഡ ജപമാല റാലിക്ക് മുമ്പ് എനിക്ക് അമ്മയുടെ അടുത്ത് നിന്ന് ഈ ഒരു അനുഗ്രഹം അമ്മ എനിക്ക് ഈശോയോട് വാങ്ങിത്തരണം, ഇത് മാത്രമാണ് ഈ മകൻ്റെ ഒരു ആഗ്രഹമായിട്ടുണ്ടായിരുന്നത്. തനിക്ക് ഓഫർ ലെറ്റർ വന്നില്ല. പക്ഷേ ഈ മകൻ ഇവിടെ വന്നു, ഇന്ന് രാവിലെ തന്നെ വന്നു, അമ്മയുടെ അടുത്ത് വന്ന് പിന്നീട് അമ്മയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. നാം ഇവിടെ വരുമ്പോൾ നാം നമ്മുടെ കുറേ കാര്യങ്ങളാണോ പറയുന്നത്? നാം ഈശോയോടും അമ്മയോടും സംസാരിക്കാറുണ്ടോ? നാം അവരോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു സംസാരം നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. അത് ഈശോയോട് ഇഷ്ടം തോന്നുമ്പോഴാണ് നാം അങ്ങനെയൊക്കെ സംസാരിക്കുക. നമ്മുടെ കുറേ ആവലാതികൾ പറഞ്ഞ് നടക്കാത്ത കാര്യത്തെക്കുറിച്ച് നാം കുറച്ച് പരാതികളും പരിഭവങ്ങളും അത് മാത്രമാകരുത്. ഈശോയുടെ ഇഷ്ടം എന്താണോ അത് നിറവേറ്റുവാനായിട്ട് നമ്മെ പ്രാപ്തരാക്കണമേ, അതിനുള്ള ഒരു മനസ്സ് നമുക്ക് നൽകണമേ എന്നുള്ളതായിരിക്കണം നമ്മുടെ ഈശോയോടുള്ള സംസാരം. അപ്പോഴങ്ങനെ ഈ മകൻ അമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ ഓഫർ ലെറ്റർ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ കൊടുക്കുകയാണ്. അങ്ങനെ തനിക്ക് താൻ എന്തിനു വേണ്ടി ഇവിടെ വന്നോ ആ കാര്യം ഈ മകൻ നേടിയിരിക്കുകയാണ്. അച്ഛനെ, ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കാണാൻ പറ്റിയില്ല പല പ്രാവശ്യവും. എന്നാൽ അതിലൊന്നും നിരാശപ്പെടാതെ പോകുന്നു.
ഇന്ന് ഓഫർ ലെറ്റർ കിട്ടി, അച്ഛനെ കണ്ടു, അച്ഛൻ്റെ ബ്ലെസ്സിങ് ലഭിച്ചു. അങ്ങനെ അമ്മ എല്ലാ രീതിയിലും ഈ മകനെ സംരക്ഷിച്ചു. അമ്മയുടെ വഴിയിലൂടെ നടക്കാനാണ് താൻ ആഗ്രഹിച്ചത്. ഇനി എനിക്ക് എൻ്റെ വഴികളില്ല, ഇതൊക്കെ ഈ മകൻ തന്നെ ഇവിടെ പറഞ്ഞതാണ്. ഇനി അമ്മയും ഈശോയും എനിക്ക് കാണിച്ചു തരുന്ന വഴിയിലൂടെ ഇനി ഞാൻ നടക്കും. എനിക്ക് ശ്വാസമുള്ളിടത്തോളം കാലം ഇനി ഇത് മാത്രമാണ് എൻ്റെ ജീവിതം. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ അവൻ പറയുന്നത് പോലെ ചെയ്യുവാനായിട്ട് അമ്മ പറഞ്ഞു. അത് അക്ഷരം പ്രതി നിറവേറ്റുവാനായിട്ട് ഈ മകൻ ശ്രമിച്ചു. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയി അവിടെയുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അവരുടെയും അനുഗ്രഹവും ആശീർവാദവും ഒക്കെ ഈ മകന് ലഭിക്കുന്നു. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഈശോയും അമ്മയും മാത്രമാണ് ഇനിയുള്ളത്. തൻ്റെ പപ്പ മരിച്ചതിന് ശേഷം ഇനി തനിക്കുള്ളത് ഈ ഒരു ഈശോയും അമ്മയും മാത്രമാണ്. ഇതൊക്കെയാണ് ഈ മകനെ ഇവിടെ നിന്ന് അമ്മയുടെ സാക്ഷിയാകുവാൻ, തൻ്റെ സത്യസന്ധതയും വിശ്വസ്തതയും അതൊന്നു മാത്രം ഈശോ കാണുന്നു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനും പറയുക. നമ്മുടെ മനോഭാവം കാണുന്ന ഈശോ നമ്മെ ഫ്രോഡാക്കരുത്. അത് ബഹുമാനപ്പെട്ട അച്ഛൻ പലപ്പോഴും നമ്മോട് പറയുന്നുണ്ട്. നമ്മുടെ മനസ്സൊരു രീതിയിൽ നാം ഒരു ഉടമ്പടി എടുക്കുന്നു, അങ്ങനെ മാത്രമാകരുത് നമ്മുടെ ജീവിതമെന്ന് അച്ഛൻ നമ്മോട് കൂടെ പറയാറുണ്ട്. അത് ഈ മകൻ അക്ഷരം പ്രതി തൻ്റെ ജീവിതത്തിൽ നിറവേറ്റി ഇന്ന് അമ്മയുടെ ഒരു ദാസനായി ഇവിടെ വന്ന് നിന്ന് അനേകായിരങ്ങൾ സാക്ഷ്യം പറഞ്ഞ ഈ തിരുവൾത്താരയിൽ പരിശുദ്ധ അമ്മ 2004 ഡിസംബർ 7-ാം തീയതി സമയ ഘടികാരവും നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ട, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് നിന്ന് ഇന്ന് അമ്മയുടെ അഖണ്ഡ ജപമാല റാലിക്ക് നാം ഒരുങ്ങുന്നതിൻ്റെ ആ ഈവനിങ്ങിൽ ഇവിടെ വന്ന് നിന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി തന്നെ ഉയർത്തിയതിന് ഈ മകൻ വളരെ അഭിമാനപൂർവ്വം ഈശോയുടെ മകനായി സാക്ഷ്യം പറയുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എവിടെയെങ്കിലും പാകപ്പിഴകളുണ്ടെങ്കിൽ നമുക്കത് മാറ്റാമെന്ന് പ്രതിജ്ഞയെടുക്കാം. നമ്മെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി യേശുനാമത്തിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ